സോണിയാഗാന്ധിയുമായുള്ള കൂടിക്കാഴ്ചയാണല്ലോ ഒരു പ്രധാനമായ ഒരു വിഷയമായിട്ട് ഇപ്പോൾ ഭരണപക്ഷവും പ്രതിപക്ഷത്തെ നേരിടാൻ അതാണ് ഉപയോഗിക്കുന്നത്. എങ്ങനെയാണ് അതീവ സുരക്ഷാ മേഖലയിൽ അല്ലെങ്കിൽ താമസിക്കുന്ന അല്ലെങ്കിൽ സന്ദർശകർക്ക് റിസർവേഷനുള്ള സോണിയാഗാന്ധിയുടെ വീട്ടിലേക്ക് എങ്ങനെയാണ് പോറ്റിയെ പോലെ ഒരാൾ പോയത്, ആരാണ് അവർക്ക് സൗകര്യം ഒരുക്കിയത് തുടങ്ങിയ ചോദ്യങ്ങളാണ്. സോണിയാഗാന്ധിയെ സംബന്ധിച്ചിടത്തോളം അവർ ദേശീയ രാഷ്ട്രീയത്തിലെ പ്രഗത്ഭയായ ഒരു നേതാവാണ്. അവരെ സംബന്ധിച്ചിടത്തോളം അങ്ങനെ ഒരു കാര്യം ഉണ്ടാകുന്നു എന്ന് പറയുമ്പോൾ അവരെ തീർച്ചയായിട്ടും അവരെ അനുമതി കൊടുക്കും. അത് ആരാണ് എന്താണെന്ന് അറിഞ്ഞുകൊണ്ടല്ല അനുമതി കൊടുക്കുന്നത്. കള്ളനാണ്, ദുഷ്ടനാണ്, മോഷ്ടാവാണ് എന്ന് അറിഞ്ഞുകൊണ്ടല്ല അനുമതി കൊടുത്തിട്ടുള്ളത്. അവിടെ അയാൾക്ക് പ്രവേശിക്കുവാനുള്ള അനുമതി കിട്ടിയതിന് ശേഷം എന്നെയും വിളിച്ചു പറഞ്ഞു, ഞാൻ സോണിയാഗാന്ധിയെ കാണാൻ പോകുന്നുണ്ട് എന്ന് പറഞ്ഞനുസരിച്ചാണ് ഞാൻ അദ്ദേഹത്തോടൊപ്പം എൻ്റെ നിയോജകമണ്ഡലത്തിൽപ്പെട്ട ഒരാളെന്നുള്ള നിലയിൽ ആണ് ഞാൻ അവിടെ പോയത്. പോറ്റിക്ക് സോണിയാഗാന്ധിയെ കാണാൻ ആരവസരം ഒരുക്കിയെന്ന് തെളിഞ്ഞാൽ പ്രതിപക്ഷത്തിന്റെ കോൺഗ്രസിന്റെ എല്ലാ സംശയങ്ങളും തീരുമെന്നാണ് ഭരണപക്ഷം പറയുന്നത്, CPM പറയുന്നത്. അത് പിന്നെ CPM-ന് ഇപ്പോൾ അങ്ങനെയൊക്കെ പല കാര്യങ്ങളും പറയേണ്ടി വരും. ഈ തെരഞ്ഞെടുപ്പിനെ അവർ ഭയപ്പെടുന്നു എന്നുള്ളതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാരണമാണ് ഞങ്ങളൊരു ജാഥ ആരംഭിച്ചു. ആ ജാഥയിൽ ഉള്ള ജനങ്ങളുടെ പ്രതികരണവും ആ ഒരു മുന്നേറ്റവും കണ്ടുകൊണ്ട് ഇപ്പോൾ അതിന് പകരമായി ജാഥകൾ നടക്കുന്നുണ്ടല്ലോ, ഓരോ സ്ഥലത്തും നടക്കുന്നുണ്ടല്ലോ. പറയാനുള്ള മറുപടികൾ അവർ പറയുന്നുണ്ട്. ഞങ്ങളും മറുപടി പറഞ്ഞ് തന്നെ വരികയാണ്. ഞങ്ങൾക്കൊന്നും മറച്ചു വെക്കാനില്ല. ഇക്കാര്യങ്ങൾ തുറന്നു പറഞ്ഞുകൊണ്ട് ഈ LDF ഗവൺമെൻറ് കാണിച്ച തെറ്റായ പ്രവർത്തനങ്ങൾ, ഈ സ്വർണ്ണക്കൊള്ള അടക്കമുള്ള കാര്യങ്ങൾ ജനങ്ങളുടെ മുമ്പിലേക്ക് കൊണ്ടുവരുന്നതിന് വേണ്ടിയുള്ള പ്രവർത്തനങ്ങളുമായി ഞങ്ങൾ മുമ്പോട്ട് പോകും.